ഹായ് ഹലോ വെൽക്കം ബാക്ക്. എന്തെല്ലാം എല്ലാവരും വിശേഷം? ഇതില്ല ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്ത ഒരു ദിവസം കേട്ടാ. പിന്നെ അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ബാങ്കിലേക്കെല്ലാം വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ഇതാ വന്നിട്ടുള്ള അനുബാസിക്കല്ലേ, കുട്ടികളൊന്നും കൂട്ടിയിട്ടില്ലേനു. ഒരു 11 മണി അല്ല 10 മണി 11 മണിയായ ആ ഒരു ടൈമിന് അങ്ങനെ വന്നേ കേട്ടാ. എന്നിട്ട് പിന്നെ ഇതാ ഇരുട്ടിക്കേക്കും പോകാനുണ്ടായിരുന്നേ, 1-2 ആവശ്യം ഉണ്ടായിരുന്നേ ചെറിയ ചെറിയ. അപ്പോൾ എല്ലാം തീർത്തുന്നാ ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ടേ, കൂത്തുപറമ്പില മൂരിയാട്. അപ്പം അതിന് പോണേ. ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതേനുവേ. അപ്പോൾ ഇതും കഴിഞ്ഞിട്ട് പിന്നെ നേരെ കല്യാണത്തിനൊക്കെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. പിന്നെ പോയ പാടും കുളിച്ച് മാറ്റി നമ്മൾ പോകാൻ വേണ്ടിയിട്ട് കിട്ടുണ്ടായിരുന്നേ. ഇതേട്ടാൻ്റെ ഡ്രസ്സ് രസമുണ്ടാവും എല്ലാവരും പറയണേ. പിന്നെ എന്നിട്ട് ഇത് നമ്മൾ ഇറങ്ങിയ ഒരു 12:30 ഇറങ്ങിനേനുവേ. പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ കുരുമുക്കിലെ ഉമ്മാൻ്റെ അങ്ങനെ ആര് വന്നേ അങ്ങനെയൊന്നും പറയാനൊന്നും കിട്ടുന്നില്ല, പറയാൻ വേണ്ടിയിട്ടേനും വന്നേട്ടാ. പക്ഷേങ്കിൽ കിട്ടുന്നില്ലേ. പിന്നെ അടുത്ത എന്നാൽ ഭയങ്കര അടുത്ത കുടുംബമല്ല, അങ്ങനെയെങ്കിലും നമുക്ക് പറയാൻ കിട്ടുമല്ലോ. എന്നാൽ ഭയങ്കര അകന്ന കുടുംബമല്ല കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് അറിയാം, നമുക്ക് നല്ലോണം അറിയാം. പക്ഷെ പറഞ്ഞു തരാൻ അങ്ങനെ കിട്ടൂലേ ഓരോ സമയത്ത്. അപ്പോൾ ഇതാ നമ്മളെ പോന്നാന്നേ അതിൻ്റെ ഇത് കണ്ടിട്ടില്ല ഗോഷ്ടി. ഓൻ്റെ ഫ്രണ്ടിലേക്ക് ക്യാമറ വെക്കുമ്പോൾ ഓൻ എപ്പോഴും ഇല്ല കേട്ടോ ഇങ്ങനെ ആക്കൽ. അതെന്തോ ഭയങ്കര രസമാണെന്ന് ഓൻ്റെ വിചാരം. ഞാൻ തന്നെ എപ്പോൾ പറയും ഭയങ്കര ബോറാന്ന്. പക്ഷെ എന്നാലും ഓൻ ഇങ്ങനെ തന്നെ കാണിക്കട്ടാ. എപ്പോൾ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ എപ്പോൾ ഇതേപോലെ ഇട്ടുണ്ടാകുക. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ശ്രദ്ധിച്ച് നോക്കട്ടെ എൻ്റെ വീഡിയോസിലെല്ലാം. പിന്നെ ഇതാ നമ്മളിതാ പോന്നാന്നേ. അപ്പോൾ ഇങ്ങനെ പോയി കുറച്ചപ്പുറത്തേരം വാസിക്കാൻ്റെ വണ്ടീൻ്റെ മറ്റേ നമ്മളെ എന്തപ്പോൾ അതിന് പറയാം, നമ്മളെ ഫ്രണ്ടിൽ ആ ഒരു സംഭവമില്ലേ, നമുക്ക് പേരൊന്നും കിട്ടുന്നില്ല. ഇപ്പം നമ്മൾ മഴയത്ത് ഇങ്ങനെ ആക്കുന്ന ആ സംഭവം എന്തോ പൊട്ടിപ്പോയത് എന്തോ. അപ്പോൾ പിന്നെ ഭയങ്കര കുറച്ച് സമയത്ത് ആടെ നിർത്തിയിട്ട് ഇങ്ങനെ നോക്കുന്നതിനോ നല്ല മഴയും പെയ്തിട്ടുണ്ടേനു. അതില്ലാണ്ട് പോകാനും കഴിയില്ലല്ലോ മഴയത്ത്, ഗ്ലാസ്സൊന്നും കാണൂലല്ലോ. പിന്നെ അകലെങ്ങനെയല്ലോ നോക്കിയാൽ ഇളകി വീണേനും കേട്ടോ. പിന്നെ അങ്ങനെ ശരിയല്ലാക്കി പിന്നെ നമ്മളിതാ പിന്നെയും പോയിട്ടാ. പിന്നെ ഇതാ കുറച്ചപ്പുറത്തേരം പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചേട്ടാ. നമുക്ക് കല്യാണം മൂരിയാടാന്നേ വരുന്നത്, അവിടെ ഒരു ഓഡിറ്റോറിയത്തിലേനു കല്യാണം. പിന്നെ അപ്പോൾ ഇതങ്ങനെ പോന്നാൽ എടുത്ത് ഉമ്മാൻ്റെ എല്ലാവരും ഉണ്ട്, ഫാമിലി എല്ലാം ഉണ്ടാവും. അവരെല്ലാം ഓരോ വണ്ടിയിലായിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല രസം ഉണ്ടാവുക. പിന്നെ കുറച്ചപ്പുറത്തേര് ഇതാ മഴയെല്ലാം പോയി വെയിലായിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഇറങ്ങുമ്പം തന്നെ ഒരു 12:30 മണിയിലായിട്ടുണ്ടേനു നമ്മൾ കേട്ടോ. ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്ക് അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഈ ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തിയോണ്ട് തന്നെ കുറച്ചങ്ങനെ ലേറ്റായി പോയി കേട്ടോ. പിന്നെ നല്ല മഴയും ഇടയ്ക്ക് ഉണ്ടേനു എല്ലാം കൊണ്ട്. പിന്നെ ഇങ്ങോട്ടെത്തുമ്പോൾ മഴയെല്ലാം പോയിട്ടുണ്ടേനേ ഇവിടെയാന്നേ. പിന്നെ അപ്പോൾ പിന്നെ അങ്ങനെ അടുത്തേക്ക് വന്ന് പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. നമ്മൾ പോകുമ്പോഴത്തേക്കിന് എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയി ഫുഡെല്ലാം കഴിച്ച് പിന്നെ അവിടെ ഹോളിലേക്ക് പോയി ഇരിക്കട്ടെ. ഇത് ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കാനാന്നേ പോയെ, ആരോടും പറയണ്ട. കാരണം പോകുന്ന വയ്ക്കുന്നതിന് ഫുഡ്, അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് മേലിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് ആവും കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ മേലയിലേക്ക് ഹോളിലേക്ക് പോയിട്ട് ഇരുന്നിട്ടുള്ള ആദ്യമുണ്ട് ആരും ഇല്ലാത്തടത്ത് പോയി ഇരുന്നിട്ട് എന്നാൽ പിന്നെ എനിക്ക് എല്ലാവരും കാണാമെന്ന് പറഞ്ഞിട്ട് പോയി ഇരുന്നിന്. എനിക്ക് അങ്ങനെയല്ലാന്ന് എടിങ്ങ് പോയി ഓന് ഒരു സ്ഥലം കാണും, അവിടെ ഇരുന്നാലേ എല്ലാം കാണാൻ പറ്റുമെന്ന് പറഞ്ഞിരിക്കല കേട്ടോ. അതിൻ്റെ അടുക്ക് വാസിക്കാൻ നല്ല വായി നോട്ടുണ്ടേ. പിന്നെ നമ്മളടുക്ക് വന്ന് ഇരുന്നിട്ട് പേരിന് നമ്മളടുക്ക ഇരുന്നിട്ടുള്ള, എന്നാലും കണ്ണ് മൊത്തത്തിൽ റൗണ്ടാകുന്നുണ്ടേ, മറ്റേ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കറങ്ങുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ ആടെ നിന്ന് ഇറങ്ങി കേട്ടോ. ആടെ നിന്ന് ഇറങ്ങി പിന്നെ തായലേക്ക് വന്നിട്ടുള്ള കേട്ടോ. തായൽ വന്നിട്ടിങ്ങനെ കുറച്ച് സമയം എല്ലാവരും കൂടി വർത്താനെല്ലാം പറയലും പിന്നെ അങ്ങനെയല്ല കേട്ടോ. പോകുമ്പോഴുള്ള ആദ്യം എല്ലാവരും വരുമ്പോൾ ഫുള്ള് പിറങ്ങിയിട്ടുണ്ടേനു കളിച്ചിട്ട് അവിടെ നിന്ന് ഓടിക്കളിക്കലും. അവർക്ക് പിന്നെ കല്യാണമാണെങ്കിലും പിന്നെ പാർക്കിൽ പോയതാണെങ്കിൽ എല്ലാം ഒരേ സെയിം ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അതുകൊണ്ട് ഫുള്ളായിട്ട് പിറങ്ങിയിട്ടുണ്ടേനു ഓന് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ വന്നിട്ട് എന്തെല്ലോ കളിക്കുന്നുണ്ട്, പെട്ടെന്ന് കാണുന്നില്ല അവരെ. പിന്നെ നോക്കുമ്പോൾ ഇതാ ഇവിടെ വന്നിട്ട് കളിക്കുന്നത്. അങ്ങനെ പിടിച്ച് വലിച്ച് നമ്മൾ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് ബാസിക്കാനെ വിളിച്ച് കൊണ്ടുപോകട്ടെ എന്ന് എന്തോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ. പിന്നെ നമ്മൾ താഴെ നിന്ന് കുറച്ച് സമയം എല്ലാവരും വർത്താനം പറഞ്ഞ് പിന്നെ ഒരു 3 മണി 3:30 മണിയെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. എല്ലാവരും അവരവരെ വീട്ടിലേക്ക് അങ്ങനെ പിന്നെ ഇറങ്ങിയാൽ നമ്മൾ പെട്ടെന്ന് പ്ലാനാക്കി. ഇവിടെ അടുത്ത് കൂത്തുപറമ്പിൽ ബാസിക്കാൻ്റെ ഒരു കാർണോറ വീടുണ്ട്. അപ്പോൾ കാർണോറ വൈഫുണ്ട് നമ്മൾ ഒന്നിച്ചിട്ട് അമ്മായി. അപ്പോൾ അമ്മായി പറഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് വാ, എന്നിട്ട് വൈകുന്നേരം പോവല്ലായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടുത്തേക്ക് നമ്മളെല്ലാവരും കൂടിയിട്ട് അടുത്തേക്ക് പോയി. പിന്നെ നല്ല രസമല്ലേ, എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പല വഴിക്കേക്ക് തിരിച്ചതേനു. പിന്നെ എല്ലാം കൂടിയിട്ട് ആദ്യം അടുത്തേക്ക് പോകുന്ന കേട്ടോ. ഇത് കൂത്തുപറമ്പിലാന്നേ. കൂത്തുപറമ്പിൽ നിന്ന് കുറച്ച് അങ്ങോട്ടേക്ക് പോണേ.
എന്നാൽ അതിന് പറയാമെന്നൊക്കെ അറിഞ്ഞൂടാ. കുറച്ചേ പോകാനുള്ളൂ ടൗണിൽ നിന്ന്. അപ്പോൾ ഇത് നമ്മളങ്ങനെ പോകുന്ന കേട്ടോ. നോക്കുമ്പോൾ നല്ല പെരും മഴ ഉണ്ടായിരുന്നേ. പിന്നെ അവിടെ പോയിട്ട് കുറച്ച് ഇരുന്നിട്ട് എന്തായാലും ഇന്ന് എല്ലാവരും ഇറങ്ങിയതല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയട്ടാ. അപ്പോൾ ഇത് അവരെ വീട്ടിലെത്തി പിന്നെ ഇവിടുന്ന് ഇതാ എല്ലാവരും കൂടി ഇരുന്നിട്ട് പിന്നെ ഒരു പട തന്നെയാണ് കേട്ടാ. പിന്നെ ചായ കുടിക്കലും വർത്താനം പറയലും അങ്ങനെയെല്ലാം ആയിട്ട് അങ്ങനെ ആടുന്ന ടൈം പോയാൽ നല്ല രസമുണ്ടായിരുന്നു. കുട്ടികളും അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കോലയിൽ മൊത്തം മാറിയിട്ടുണ്ടായിരുന്നു പിറങ്ങിയിട്ടേ. പിന്നെ ഡ്രസ്സെല്ലാം ഇങ്ങനെ ഫുള്ള് പിറങ്ങിയിട്ട് എന്തോ പോലെ ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരുന്നതുകൊണ്ട് തന്നെ പിന്നെ എന്നപ്പോൾ പറയാൻ വന്നാൽ പെട്ടെന്ന് പോയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഡ്രസ്സൊന്നും എടുത്തിട്ടൊന്നും ഇല്ലേനു. പിന്നെ എല്ലാം കൊണ്ട് തന്നെ ഫുള്ള് പിറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാൻ പിന്നെ അവിടെ എത്തിയിരുന്ന എൻ്റെ സ്കാർഫെല്ലാം ഊരിയിട്ടുണ്ടായിരുന്നു. മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര കുമിർച്ചയും ചൂടല്ലേനുവേ. എല്ലാം കൊണ്ട് പിന്നെ ഞാനിതാ ഊരി. പിന്നെ നമ്മൾ എവിടെയും പോകുമ്പോൾ ഉള്ള പോലെയല്ലല്ലോ തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുക കോലം മൊത്തത്തിൽ മാറ്റിയിരിക്കൂലേ. അപ്പോൾ ഇതാ ഞാൻ മഫ്തെല്ലാം ഊരി. പിന്നെ ഇതാ നമ്മൾ 1-2 മണിക്കൂർ നല്ലോണം കത്തിയടിച്ചിട്ടാ. എല്ലാം കഴിഞ്ഞിട്ട് ഇതാ പിന്നെ വരാൻ വേണ്ടിയിട്ട് പുറക്കൊക്കെ വരണ്ടിയിട്ട് മനസ്സേ ഇല്ലേനോട്ടെ സത്യം പറഞ്ഞാൽ. കാരണം നമുക്ക് കല്യാണത്തിനോ ഇങ്ങനെ എല്ലാവരും ഫാമിലിയെല്ലാം കൂടുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര മടിയിരിക്കുവേ. എന്നാന്ന് പറഞ്ഞൂടെ ഭയങ്കര മടിയിരിക്കും. എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ വേണ്ടിക്കെങ്കിൽ. കാരണം വന്നു കഴിഞ്ഞാൽ പണി ഉണ്ടാവുമല്ലോ, ഫുഡാക്കണം, പിന്നെ കുട്ടികൾക്കുള്ള അങ്ങനെ ഓരോ പണി ഉണ്ടാവില്ല. ഇനിയിപ്പം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള പരിപാടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവില്ല നോർമലായിട്ട്. അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ ഭയങ്കര മടിയട്ട വരാൻ. പിന്നെ വരാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഇതാ വരുന്ന. പിന്നെ വേറെ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ തിരിച്ചിട്ട് ഡയറക്റ്റ് വരിക തന്നെ ചെയ്ത എടി കയറിയിട്ടും ഒന്നും ഇല്ലേനു കേട്ടോ. പിന്നെ പിന്നെ ബാക്കിയുള്ള പരിപാടികൾ കേട്ടോ നോർമലായിട്ടുള്ള അങ്ങനെ ചായ കുടിക്കലും ഇങ്ങനത്തെ രാത്രിക്കത്തെ ഫുഡ് ഉണ്ടാക്കൽ അങ്ങനത്തെ പരിപാടികളായിട്ട് അങ്ങനെ ഇതായി കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രേ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ വീഡിയോ എടുത്ത് ഫോണിലുള്ളതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് കുറേയൊന്നും ഇല്ല ഇതിൽ കാണിക്കാനൊന്നും. അപ്പോൾ ഇത് ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക, ഫീഡ്ബാക്കെല്ലാം അറിയിക്കുക. എനിക്ക് കുക്കിംഗ് വീഡിയോയും പിന്നെ വീഡിയോസും എല്ലാം ആയിട്ട് വരാം കേട്ടോ. അതുവരെ ബൈ.